നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നേ ശരണ്യയുടെ വീട്ടിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവും വാർഡ് മെമ്പറും കൂടെ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അച്ഛൻ ഇറങ്ങിച്ചെന്നു. ബാസാറെ കയറി വരാനൊക്കെ പറഞ്ഞു. എന്തിയോടോ തൻ്റെ മോളെന്തെന്ന് ചോദിച്ചു. അവൾ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. എടോ കാര്യങ്ങളൊക്കെ അറിയാലോ, കോടതി ചെന്ന് കഴിയുമ്പോൾ അവൾ മൊഴി മാറ്റി പറയത്തൊന്നും ഇല്ലല്ലേ? ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാണം കിടാൻ പോകുന്ന താനും തൻ്റെ കുടുംബം തൻ്റെ മോളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് സാറേ, അങ്ങനെ വേണം. DYSP കാണാൻ പോയി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കേട്ടായിരുന്നല്ലോ, അവളുടെ മൊഴി പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. സാറേ പറയാവുന്ന പോലെയൊക്കെ അവളോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടൊരു കാര്യം ചെയ്യുക, സാറന്മാരും കൂടെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അല്ലെങ്കിലും അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേ. ശരി സാറേ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശരണ്യയുടെ അച്ഛൻ ശരണ്യയെ കാണാനായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ നിന്നെ കാണാനായിട്ട് ആ വാർഡ് മെമ്പറും പിന്നെ അതോടൊപ്പം തന്നെ വേറെ സാറും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, എനിക്ക് ആരെയും കാണണ്ടാന്ന് പറഞ്ഞു. നിനക്ക് പിന്നെ ആരെയെ കാണണ്ടേന്ന് ചോദിച്ചു. എനിക്ക് അലീന ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞു. അവളും അവളുടെ ഒരു അലീന ചേച്ചി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി ഇവിടെ വീട്ടിൽ മിണ്ടി പോയേക്കില്ല. അത് മാത്രമല്ല മെമ്പറോടൊന്നും അവളെക്കുറിച്ച് പറയുക പോലും ചെയ്തേക്കില്ല. അവളുടെ പേര് പോലും പറഞ്ഞേക്കില്ല. കേട്ടല്ലോ? എന്താ അച്ഛത്? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അലീന ചേച്ചി എന്നെ വന്ന് കണ്ടതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നമില്ലല്ലേ? എനിക്കറിയാടി, ആ രോഹിത്തിൻ്റെ പേര് ഇതിനകത്തേക്ക് വലിച്ചഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൾ നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്നതെന്ന്. നിന്റെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക അവൾ. നീ അങ്ങോട്ടേക്ക് വാ, അവർക്ക് നിന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ശരണ്യയും കൂട്ടിക്കൊണ്ട് ശരണ്യയുടെ അച്ഛൻ സിറ്റൗട്ടിലേക്ക് വരുവാണ്. നേതാക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശരണ്യയെ കണ്ടുപിടി അവർ ശരണ്യയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നാളെ കോടതിയിലെ മൊഴി കൊടുക്കാൻ പോകുന്ന സമയത്ത് 4 പേരും തിരിച്ചറിഞ്ഞിരിക്കണം. രോഹിത്തും പ്രതിയാന്നുള്ള കാര്യം മോള് പറയണം. അതിന് രോഹിത്ത് തെറ്റും ചെയ്തിട്ടില്ലോ അങ്കിളേന്ന് പറഞ്ഞു. തെറ്റ് ശരിയൊക്കെ നീ തീരുമാനിക്കേണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, അറിയാലോ. ഇനി എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അല്ല ഞങ്ങൾ ഇടപെടത്തില്ല എന്ന് പറഞ്ഞു. 4 പേരുടെ പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിന് ബലം കൂടും. അതുമാത്രമല്ല ഇതിൻ്റെ പേര് ഞങ്ങൾ ചില ബക്കറ്റ് പിരിവുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നിനക്കും കുടുംബത്തിനും ജീവിക്കണ്ടേ? നല്ലൊരു വീട് വേണ്ടേ? നിനക്ക് ജോലി വേണ്ടേ? ഇതൊക്കെ കിട്ടണമെങ്കിൽ 4 പേരുടെയും പേര് പറഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ശരണ്യ ആകപ്പാടെ പെട്ടുപോയി. ശരണ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് സാറേ, മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ. പിന്നെ ഒരു മനസാക്ഷി ഈ കാര്യത്തിൽ ഒരു മനസാക്ഷി നോക്കേണ്ട കാര്യമില്ല. അവൻ നിരപരാധിയൊന്നുമല്ലോ, അവൻ ആ വീട്ടിലേക്ക് വന്നവനല്ലേ, അതുകൊണ്ട് അവൻ്റെ പേരൂടെ കിടന്നോട്ടെ എന്ന് വെച്ചു. ഇനി മാറ്റി പറഞ്ഞാൽ നിന്നെ ആയിരിക്കും കോടതിയിൽ നിന്ന് ശിക്ഷിക്കുന്നത്, നിനക്കൊരു ശിക്ഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ശരണ്യക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് മെമ്പർ പറഞ്ഞു, ഞങ്ങൾ DYSPയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, നിന്റെ മൊഴി അനുസരിച്ചിരിക്കും കാര്യങ്ങളെന്നൊക്കെ. ഇനി നാളെ കാണാം, കോടതിയിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകണം. പോയി കഴിഞ്ഞപ്പോൾ ശരണ്യ ആകെപ്പാടെ വിഷമിച്ച് മുറിയിലേക്ക് പോന്നു. ഇതേ സമയത്ത് ശരണ്യയുടെ അച്ഛൻ മുറിയിലേക്ക് വന്നിട്ട് ശരണ്യെ ഉപദേശിക്കുകയാണ്. അപ്പോഴേക്കും അമ്മയും സഹോദരൻ ഗോപനും കൂടെ അങ്ങോട്ട് വന്നു. ശരണ്യയുടെ അമ്മ പറഞ്ഞു, മോളെ അച്ഛൻ പറയുന്ന അനുസരിക്കുക, കാരണം നിന്റെ നന്മയെ കരുതിയിട്ടല്ലേ. പിന്നെ അലീന ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത്? നിന്നെ അവൾ കുറച്ച് ആശ്വസിപ്പിക്കായിരിക്കും, അതുകൊണ്ട് വലുതായോ, നമുക്ക് ഭാവിയിലേക്ക് ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരണ്യ ചോദിച്ചു, അതിനുള്ള മാർഗമാണോ എൻ്റെ ഈ ജീവിതം നശിപ്പിച്ച് കളയണമെന്ന് ചോദിച്ചു. ഞാൻ ഈ ഇരുട്ടുമുറിക്കകത്ത് തന്നെ കഴിയണ്ടേന്ന് ചോദിച്ചു. മോളെ അങ്ങനെയൊന്നും നീ പറയരുത്. അലീനെ വന്നിട്ടുണ്ടെങ്കിൽ അലീനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാവും. ഈ കുടുംബത്തിന് ഇപ്പോൾ ഒരു ആശ്രയം താങ്ങും തള്ളവുമായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന നേതാക്കന്മാരും അതുപോലെയുള്ള ഓരോ വനിതാ സംഘടനകളുമാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നീ ഇങ്ങനെ ഇടങ്കോലിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വല്ല ശരിയാവുന്ന കാര്യമാണോ? അലീന ഇവിടെ വന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നാളെ കോടതിയിൽ ചെന്ന് കഴിയുമ്പം രോഹിത്തും ഉണ്ടായിരുന്നു പറയണം, അവനെന്നെ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. ശരണ്യ ആകെപ്പാടെ പെട്ടുപോയി. ശരണ്യയുടെ മനസ്സിനെ അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് തിരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ശരണ്യയുടെ മനസ്സിൽ അലീനയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസാക്ഷിക്ക് ചേരാത്ത കാര്യങ്ങളൊന്നും പറയരുത്. നിരപരാധിയായ ഒരു ചെക്കാണ് ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ അത് നിന്നെ ആജീവനാന്തകാലം വേട്ടയാടും. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പോകണ്ട, ആരോടൊന്നും പറയാൻ പോകണ്ട ശരണ്യെ. നിന്റെ മനസാക്ഷിക്ക് തോന്നുന്ന കാര്യം മാത്രം ചെയ്യാൻ പാടില്ലെന്ന്. ശരണ്യക്ക് സങ്കടം വന്നു. അച്ഛനും അമ്മയൊക്കെ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ശരണ്യയിരുന്ന് കരയുവാണ്. ആ ചേച്ചി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ തനിക്കൊരിക്കലും ഇത്ര പെട്ടെന്ന് മാറാൻ സാധിക്കുവാനുണ്ടായിരുന്നില്ല. തൻ്റെ വീട്ടുകാർ പോലും തനിക്ക് ഇത്ര സപ്പോർട്ട് തന്നിട്ടില്ല. പക്ഷെ ആ ചേച്ചി അങ്ങനെയല്ല. ആ ചേച്ചി അടുത്ത് വരുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് വൈബുണ്ട്.
തനിക്ക് എഴുന്നേൽക്കണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര പെട്ടെന്ന് താൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ. പക്ഷേങ്കിൽ ഈ വീട്ടിലുള്ളവരും ബാക്കി നേതാക്കന്മാരെല്ലാം ചേർന്നിട്ട് തന്നെ ജീവിതം വീണ്ടും തൊലയ്ക്കുള്ളൂ. തന്നെ ഒരു ഇരുട്ടുമുറിക്കകത്തിട്ട് പൂട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയായിപ്പോയി ശരണ്യയ്ക്ക്. കാരണം ഇവിടെ നിന്നെങ്കിലും ഒന്ന് കരകയറണമെങ്കിൽ അലീന ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ജോലിയൊക്കെ മേടിക്കണം. പക്ഷേ സമയം വൈകിട്ടൊന്നുമില്ല. അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ അവരുടെ പോക്ക് ഈ നിലയിലാണെങ്കിൽ തനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെ ശരണ്യ മനസ്സിൽ കുടിച്ചിടുന്നുണ്ട്. ഇതേ സമയത്ത് അലീനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും കൃഷ്ണമോള് വന്നു. കൃഷ്ണമോള് വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. അല്ല, നാളെ കോടതിക്ക് ഹാജരാക്കൂല്ലേ ശരണ്യെ. അങ്ങനെ ഹാജരാക്കുന്ന സമയത്ത് രോഹിത്തിനെതിരെ അവൾ സാക്ഷിമൊഴി പറയുമോയെന്ന പേടി. ചേച്ചി അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പിന്നെ മോളെ, ഞാൻ അവിടെ പോയി അവളെ സ്വാധീനിക്കണം എന്നൊക്കെ ഈ വീട്ടിലുള്ളവർ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. നാളെ നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ ഈ വീട്ടിലുള്ളവരുടെ ഗതി എന്തായിരിക്കും? അപ്പോൾ അതുപോലെ തന്നെയല്ലേ സ്വന്തം മോളെ കുറച്ച് നായക്കൾ ചേർന്ന് കടിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് കൃഷ്ണ പറഞ്ഞു, ചേച്ചി അതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ. ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേച്ചി ചെയ്തല്ലോ, വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നാലും അലീനയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീടാണ് കൃഷ്ണമോൾ ആ കാര്യം പറയണേ. അമ്മയെ കാണാൻ വേണ്ടി ഇത് ഭവിതേച്ച് പോയിട്ടുണ്ടായിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇങ്ങോട്ടേക്ക് വരുന്നില്ല പോലും. വരുന്നില്ലെന്നോ? പിന്നെ എങ്ങോട്ടാ അമ്മ പോണേന്ന് ചോദിച്ചു. എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചാൽ വാടക വീടെടുത്ത് താമസിക്കാൻ പോകുന്നൊക്കെ അറിയാൻ കഴിഞ്ഞ് ഭവിതേച്ചും കൂടെ പോകും. ഒരു പക്ഷേ രോഹിത്തേട്ടൻ പുറത്തിറങ്ങുവാണെങ്കിൽ രോഹിത്തേട്ടനെ അമ്മ വിളിച്ചോണ്ട് പോകായിരിക്കും എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അലീന പറഞ്ഞു, നിനക്കറിയാലോ മോളെ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അകലെ മാറി നിന്നിട്ടാണെങ്കിലും എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണണമെന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായത്. എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒട്ടും താല്പര്യമില്ല, ഇഷ്ടമില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് കാരണം എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കൃഷ്ണമോൾ പറഞ്ഞു, അത് പിന്നെ ചേച്ചി അമ്മയ്ക്ക് അറിയത്തില്ലോ അമ്മയുടെ മോളാണ് ചേച്ചി എന്നുള്ള കാര്യം. ചിലപ്പോൾ ശരിയാ, സത്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റമില്ല. പിന്നെ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളൊക്കെ ഇല്ലേ, എന്ത് വന്നാലും ഏത് വന്നാലും കൂടെ. രോഹിത്തേട്ടനെ പുറത്ത് ഇറക്കാൻ പറ്റും, ആത്മവിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട്. കുറ്റം ചെയ്യാത്ത ആൾ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ചേച്ചിയോടൊപ്പം ഞങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ അലീനയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭവിതയുടെ അടുത്തേക്ക് കൃഷ്ണമോൾ ചെന്നു. അങ്ങനെ കൃഷ്ണമോൾ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ഭവിത പറഞ്ഞു, ആ അലീന ശരിക്കും ഒന്ന് മനസ്സുറപ്പിക്കുമായിരുന്നെങ്കിൽ രോഹിത്തിനെ പുറത്തിറക്കാമെന്നല്ലേന്ന് ചോദിച്ചു. എങ്ങനെ? അല്ല, അലീനെ പോയി അവളെ ഒന്ന് സ്വാധീനിച്ചാൽ പോരെ, അപ്പം കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലെന്ന് ചോദിച്ചു. പിന്നെ സ്വാധീനിക്കാനായിട്ട് ജഡ്ജിയുടെ അടുത്ത് എന്നാൽ സ്വാധീനിക്കാനായിട്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാനാ പോകുന്നത്? എന്ത് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. അവരെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളും. അതിന് ഭവിതേച്ച് തലപോക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ഡോക്ടർ വൈദ്യനെ പരിശോധിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് വൈദ്യ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറെ ഇനി എന്നാ ഡിസ്ചാർജ് തരുന്നതെന്ന് ചോദിച്ചു. എന്ന് വെള്ളം തരാം, ഇപ്പം നിങ്ങൾക്ക് നല്ല ഭേദമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ഡോക്ടറെ, അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ എനിക്ക് ഡിസ്ചാർജ് വേണം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോൾ ഡോക്ടർ അത് നല്ലൊരു കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എഴുതരാം, അതൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയണേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി, ചെക്കപ്പും കാര്യങ്ങൾക്കുമായിട്ട് പ്ലാസ്റ്റർ വെട്ടാനും അങ്ങനെയൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. വൈജിക്ക് സന്തോഷമായിരുന്നു. കാരണം വാടക വീട്ടിലേക്കാണ് പോകണ്ടേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബബിതയെ പഠിക്കാം, ബബിത വരും, പിന്നെ വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ കൂടെ നിർത്തിയാൽ മതിയല്ലോ എന്നൊരു ചിന്ത. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.